വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ നല്ല രുചികരമായിട്ടുള്ളൊരു മീൻ പൊള്ളിക്കലായാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അല്പം വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് നാരങ്ങ നീരായാലും ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ആവോലി മീനാണ് കേട്ടോ. ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഈ ഒരു മസാല വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓരോ മീനിനും ഇതുപോലെ മസാല തേച്ച് ഒരു 5 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അകത്ത് ആ ഒരു എരിവും പിന്നെ ആ ഒരു പുളി അതെല്ലാം കൂടി ഇറങ്ങാൻ വേണ്ടിയാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടൈം ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ വേണമെങ്കിലും പൊരിച്ചെടുത്താൽ മതി. പിന്നെ ഈ ഒരു മസാല ഉണ്ടല്ലോ, അത് കളയേണ്ട ആവശ്യമില്ല. ഇത് അവസാനം ബാക്കി വരുന്ന ഒരു മസാലയുടെ ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ ഒരു പാന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പൊള്ളിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി ഓരോ മീനായിട്ടും ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 3 മിനിറ്റോളം ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇപ്പോൾ തിരിച്ചിട്ടൊരു 2 മിനിറ്റോളമാണ് ഫ്രൈ ചെയ്തത് കേട്ടോ. ഇങ്ങനെ പൊള്ളിച്ചെടുക്കുമ്പം ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി തിരിച്ചിട്ട് കൊടുത്ത് 2 മിനിറ്റോളം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഇനി സെയിം പാനിൽ തന്നെ ബാക്കി വന്ന ആ ഒരു ഓയിലിൽ നമുക്ക് സവാള വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ സവാളയ്ക്ക് പകരം ഉള്ളിയാണെങ്കിലും എടുത്താൽ മതി. ഞാനിവിടെ 2 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ 2 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയുമാണ് ചേർത്തത്, ഒരു പുളിക്ക് വേണ്ടിയാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റോളം വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ആ ഒരു മസാല ഉണ്ടല്ലോ, അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു വെള്ളം വറ്റി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ടൈമിൽ എരിവോ പുളിയോ ഉപ്പോ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു വെള്ളം വറ്റി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വാഴയിലയാണ്. വാഴയില വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ആ ഒരു മീൻ വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു സവാളയുടെ ആ ഒരു മസാല ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു തക്കാളിയുടെ സ്ലൈസും കൂടി ഇതിന് മുകളിലായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കാം. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കുന്നുണ്ട്. ഇനി സെയിം പാനിൽ തന്നെ ഒരു വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 1-2 മിനിറ്റ് ഒന്ന് പൊള്ളിച്ചെടുക്കാം കേട്ടോ. തിരിച്ച് ഇട്ട് വീണ്ടും ഒന്ന് പൊള്ളിക്കുന്നുണ്ട് 1 മിനിറ്റോളം. അപ്പോൾ 2 വശവും നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈം കഴിയുമ്പോൾ നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ. സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്നതിനേക്കാളൊക്കെ ഓയിലും നമുക്ക് ലാഭിക്കാം. ഇപ്പം നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. ആ കറിവേപ്പിലയുടെയും മസാലയുടെ എല്ലാം ഫ്ലേവർ നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.